നമസ്കാരം, ET ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൽ തന്നെ 25 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാറാണ്. കോഴ്സ് വിയല, നവിയ മാർക്കറ്റ്സ്, മുത്തൂട്ട് സെക്യൂരിറ്റീസ് തുടങ്ങിയിട്ടുള്ള മുൻനിര കമ്പനികളിൽ ട്രഷറി മാനേജ്മെന്റ്, ഇക്വിറ്റി റിസർച്ച്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ ഉയർന്ന പദവികൾ വഹിച്ച അദ്ദേഹം നിലവിൽ ഫിൻമാർക്ക് ട്രെയിനേഴ്സിന്റെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയാണ്. ഇതുവരെ 23 രാജ്യങ്ങളിൽ നിന്നായിട്ട് 50,000-ലധികം പാർട്ടിസിപ്പൻസിന് റിസ്ക് മാനേജ്മെന്റിലും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റർ സൈക്കോളജിയിലും അദ്ദേഹം ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയിട്ടുള്ള ഗ്ലോബൽ ബാങ്കുകളുടെ അക്രഡിറ്റഡ് ട്രേഡർ കൂടിയായ അദ്ദേഹം എക്കണോമിക് ടൈംസിൽ കോളമിസ്റ്റ് കൂടിയാണ്. പ്രോപ്പർ ട്രേഡിംഗ് ഡിസിപ്ലിനിലൂടെയും അതോടൊപ്പം തന്നെ റിസ്ക് അവയർനെസ്സിലൂടെയും ഇൻവെസ്റ്റേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന പ്രദീപ് ചന്ദ്രശേഖർ സാറിനെ നമ്മുടെ ഷോയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം, താങ്ക് യു. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഞാൻ സാറിനെ ആക്ച്വലി നമുക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ സാറിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, സാറിൻ്റെ ഈ ക്യാപിറ്റൽ മാർക്കറ്റിലോട്ടുള്ള ഒരു എൻട്രൻസ് അല്ലെങ്കിൽ എൻട്രി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്താണ് സാറിനെ ക്യാപിറ്റൽ മാർക്കറ്റിൽ എക്സൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ സാറിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ട്രഷറി മാനേജ്മെന്റ് ആണെന്ന് കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു ഇക്വിറ്റി റിസർച്ചിലോട്ട് സാറിൻ്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എൻ്റെ കോളേജ്, എൻ്റെ CICW ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഐ ജോയിൻഡ് എ കമ്പനി ഇൻ ബാംഗ്ലൂർ കോൾഡ് മധുര കോട്ട്സ്. ദാറ്റ് വാസ് ഇൻ ദ ഏർലി 1990s. ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വാസ് ദ ഹർഷത് മെഹ്ത ടൈം. അപ്പോൾ അന്ന് പത്രത്തിലും മാഗസീനിലും ഒക്കെ ഹെഡ്ലൈൻസ് വാസ് ഹർഷത് മെഹ്ത, ഹർഷത് മെഹ്ത, ഹർഷത് മെഹ്ത. അത് എൻ്റെ പോലെയുള്ള യങ്സ്റ്റേഴ്സിനെല്ലാം ഹി വാസ് എ ബിഗ് ഹീറോ. ഞങ്ങളുടെ ഓഫീസിലൊരു കൾച്ചർ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ദാറ്റ് വളരെ സീനിയറായിട്ടുള്ള കൊളീഗ്സൊക്കെ അന്ന് തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കൾച്ചർ ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആർക്കും വലിയ നോളജൊന്നും ഇല്ലെങ്കിലും ഏത് കമ്പനി ആ ടൈം പീരിയഡിൽ IPOയ്ക്ക് വരുവാണെങ്കിലും നമ്മളെല്ലാവരും കൂടെ പൈസ പൂൾ ചെയ്തിട്ട് IPOയ്ക്ക് അപ്ലൈ ചെയ്യുമായിരുന്നു. ആൻഡ് നാച്ചുറലി എനിക്കൊരു സംഹൗ ഐ ഗോട്ട് എക്സൈറ്റഡ് ഇൻ ടു ഇറ്റ്. ആൻഡ് എൻ്റെ ഒരു ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഹർഷത് മെഹ്തയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യണം, അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യണമെന്നായിരുന്നു എൻ്റെ വലിയൊരു ഡ്രീം. യെസ്, അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ഹർഷത് മെഹ്ത സ്കാമിൻ്റെ ടൈമിലാണ് സാറ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാലം തൊട്ട് ഇപ്പോൾ നോക്കുമ്പോൾ, അതായത് പേപ്പർ ട്രേഡിംഗ് തുടങ്ങി ഇപ്പോഴുള്ള ആൽഗോ ട്രേഡിംഗ് വരെയുള്ള വലിയൊരു ജേണിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേണീനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം മാറുന്നില്ല, വിച്ച് ഇസ് ദ പീപ്പിൾ. അന്നത്തെ മാർക്കറ്റിലും വിവരമില്ലാതെയായിരുന്നു ആൾക്കാർ. മെയിൻലി ഐ എം ടോക്കിംഗ് റീറ്റെയിൽ ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. വലിയ നോളജോ വിവരമോ ഒരു എഫേർട്ടും എടുക്കാതെ കണ്ണും പൂട്ടി എടുത്തു ചാടും. ഇന്നും അതേ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു കമ്പ്യൂട്ടർ ഇസ് ട്രൈങ് ടു ടെൽ യു എന്താ വാങ്ങിക്കേണ്ടത്, എന്താ വിൽക്കേണ്ടത്. അതിലോട്ട് നമ്മൾ ഹ്യൂമൻ മൈൻഡ് മിക്കവാറും ആരും അപ്ലൈ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ റീസൺ വൈ എത്ര ടെക്നോളജി വന്നു കഴിഞ്ഞാലും ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ വളരെ സ്ട്രഗിൾ ചെയ്യും ഷെയർ മാർക്കറ്റിൽ സക്സീഡ് ചെയ്യാനായിട്ട്. ബിക്കോസ് മാർക്കറ്റിൽ സക്സീഡ് ചെയ്യണമെങ്കിൽ ദ ഡൈനമിക്സ് ഓർ നോളജ് ഓർ ദ വേ യു അപ്രോച്ച് ഇറ്റ് വളരെ വ്യത്യാസമാണ്. ഇത് വേറെ ഒരു പ്രൊഫഷനിലും ഇത്രയും ഒരു ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യത്തില്ല. എല്ലാം എളുപ്പമായിട്ട് തോന്നും, ബട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാർ ഫിൻമാർക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്, കുറേ അധികം ആളുകൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ ഫിൻമാർക്കിന് മുൻപുള്ള സാറിൻ്റെ ഒരു കരിയർ ജേണി എങ്ങനെയായിരുന്നു? മധുര കോട്ട്സ് വിട്ടതിന് ശേഷം ആ സമയത്ത് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം നമുക്ക് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ബ്രോക്കേഴ്സ് ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾ ഇൻഡിവിജ്വൽസ് ഹു ആർ ബിക്കമിങ് ഷെയർ മാർക്കറ്റ് മെമ്പേഴ്സ്. അപ്പോൾ അന്ന് നമുക്ക് ഏകദേശം ഒരു 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇന്ത്യയിലുണ്ടായിരുന്നു. അന്ന് NSE ഇല്ല. ദ മെത്തേഡ് ഓഫ് ട്രേഡിംഗ് വളരെ വ്യത്യാസമായിരുന്നു. ആൻഡ് ഹർഷത് മെഹ്ത സ്കാൻഡലിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി ആക്ട് 1992 പാസ്സാവുന്നു. 1993 NSE രൂപീകരിക്കുന്നു. NSE സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന് വന്നിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തത് വാസ് ദാറ്റ് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഓപ്പൺ അപ്പ് ചെയ്തു. ഈ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഗെയിം ചേഞ്ചർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തായിരുന്നു ഡീമ്യൂച്വലൈസേഷൻ നടന്നത്. ഡീമ്യൂച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ
സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ മെമ്പർഷിപ്പും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സോ ഇന്ന് നമ്മൾ NSE-ലോ BSE-ലോ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഷെയർ മാർക്കറ്റിൽ നേരിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദ ലോ ഡസ് നോട്ട് പെർമിറ്റ് ഇറ്റ്. സോ അതിന് മുൻപുള്ള സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. ദാറ്റ് വാസ് എ ബിഗ് ഗെയിം ചേഞ്ചർ. And then what happened was ഈ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും ചെന്നൈയിൽ വൺ ലാർജ് കോർപ്പറേറ്റ് ഹൗസ് അവരൊരു കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എടുത്തു. ആൻഡ് അവിടെ എനിക്ക് ഈക്വിറ്റി റീസർച്ച് അന്ന് എന്താണെന്ന് പോലും അറിയത്തില്ല. അവിടെ എനിക്കൊരു ഹെഡ് ഓഫ് റീസർച്ച് എന്നൊരു പൊസിഷൻ അവരെനിക്ക് ഓഫർ ചെയ്തു. സോ ഐ സെഡ് ലെറ്റ് മീ ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. ദാറ്റ് വാസ് മൈ സ്റ്റാർട്ടിങ് വിത്ത് ദ ഷെയർ മാർക്കറ്റ്. ബട്ട് 1994 ഷെയർ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്ത് വിത്തിൻ എ ഇയർ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലുള്ള രണ്ടാമത്തെ വലിയ സ്കാൻഡൽ സംഭവിച്ചു, വിച്ച് ഇസ് ദ കേതൻ പരേഖ് സ്കാൻഡൽ. സോ നമ്മൾ ഈ CAICW പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ഐ ഓപ്പണർ ആയിരുന്നു. കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു അനാലിസിസോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന മാർക്കറ്റ് വെച്ചിട്ട് ഒട്ടും നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് വളരെ ഡിഫിക്കൽട്ട് ടൈം പീരീഡ് ആയിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അഗെയിൻ IPO മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്തത്. സോ ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. ബട്ട് ആ സമയത്ത് വി ഹാഡ് വാട്ട് ഇസ് കോൾഡ് ഡിസപ്പിയറിംഗ് കമ്പനീസ്. ഡിസപ്പിയറിംഗ് കമ്പനീസ് എന്ന് പറയുന്നത് കമ്പനീസ് IPO കൊണ്ടുവരും. അന്നൊരു പ്രോപ്പർ ഡ്യൂ ഡിലിജൻസ് ഒന്നും നടക്കത്തില്ല. അവർ പബ്ലിക്കിൽ നിന്നും പൈസ കളക്ട് ചെയ്യും ആൻഡ് ദേ വിൽ ജസ്റ്റ് ഡിസപ്പിയർ. ദ പ്രൊമോട്ടേഴ്സ് ഡിസപ്പിയർ ചെയ്യും. സോ ആ ഒരു ഫേസിൽ കൂടെയൊക്കെ നമ്മൾ പോയി. ബട്ട് ആ ഒരു സമയത്ത് ഇറ്റ് വാസ് എ വെരി വെരി ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്. കാര്യം നമ്മൾ ഇത്രയും പഠിച്ചു, നോളജ് ഉണ്ടെന്ന് വിചാരിക്കുന്നു, ബട്ട് പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സോ ഐ വാസ് തിങ്കിങ് എന്താ ഇതിൻ്റെ പ്രോബ്ലം. സോ അതിന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ആ നോളജ് പോരാ. നമുക്ക് മാർക്കറ്റിൽ സക്സീഡ് ചെയ്യണമെങ്കിൽ യു നീഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്കൊരു മെൻറ്റർ ആവശ്യമുണ്ട്. സംബഡി ഹു വിൽ ഗൈഡ് യു, ഹു വിൽ ഹോൾഡ് യു, ഹു വിൽ ടേക്ക് യു ത്രൂ ദാറ്റ് പ്രോസസ്സ്. അത് ഏത് പ്രൊഫഷനിലും അങ്ങനെ. നമ്മളിപ്പോൾ ഒരു ആശാരി ആകണമെങ്കിൽ യു നീഡ് എ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ. അയാളുടെ കീഴിൽ ജോലി ചെയ്താൽ നമുക്ക്, ഇഫ് യു വാണ്ട് ടു ബിക്കം ഗുഡ് ഡോക്ടർ, ഗോ ആൻഡ് വർക്ക് വിത്ത് എ സീനിയർ ഡോക്ടർ, സെയിം മെത്തേഡ്. സോ വാട്ട് ഹാപ്പൻ വാസ് ഇന്ത്യയിൽ എനിക്ക് അങ്ങനെ ഒരു മെൻറ്ററെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇൻ്റർനെറ്റില്ല, മൊബൈൽ ഫോണില്ല, എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൂടാ. ബട്ട് വെൻ യു ആർ ഹംഗ്രി നമ്മൾ ആൾക്കാരെ കണ്ടെത്തും. സോ ഞാൻ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഐ സ്റ്റാർട്ടഡ് കോൺടാക്റ്റിംഗ് പീപ്പിൾ. എഴുതുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പല കോഴ്സ് മെറ്റീരിയൽ വാങ്ങിച്ചു, പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവൻച്വലി സം ടൈം ഇൻ ദ ലേറ്റ് 1990s എൻ്റെ ഗുരുവിനെ ഓസ്ട്രേലിയയിൽ കണ്ടെത്തി. ആൻഡ് ദെൻ ഐ വെൻറ്റ് ടു ഓസ്ട്രേലിയ 3-4 times. അവിടെ നിന്നും ഞാൻ ഷെയർ മാർക്കറ്റ് എങ്ങനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ദാറ്റ് വാസ് എ റിയൽ ഗെയിം ചേഞ്ചർ. അതിനുശേഷം ദാറ്റ് ഓസ്ട്രേലിയൻ കമ്പനി എനിക്കൊരു ഓഫർ തന്നു ടു സെറ്റപ്പ് എ ട്രെയിനിങ് കമ്പനി ഇൻ ഇന്ത്യ. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ ബർത്ത് ഓഫ് FINMARK ട്രെയിനേഴ്സ്. അന്ന് മുതൽ പിന്നെ മെയിൻലി ഐ ഹാവ് ബീൻ ഇൻ ടു ട്രെയിനിങ്. അപ്പോൾ സാർ ഈ FINMARK ട്രെയിനർ ആ ഒരു കമ്പനിയിലൂടെ കുറേ ട്രെയിനേഴ്സ്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിനും പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സാറിന് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താ? അതായത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും അല്ലാതെ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ഒരു വ്യത്യാസവുമല്ല. ഒരേ ഒരു വ്യത്യാസം, മുടിയുടെ കളറിന് വ്യത്യാസമുണ്ട്, തൊലിയുടെ കളറിന് വ്യത്യാസമുണ്ട്. ബട്ട് ആസ് ഹ്യൂമൻ ബീയിങ്സ് ദർ ഇസ് നോ ചേഞ്ച്. നമ്മളിവിടെ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടില്ലെങ്കിൽ അവിടെ മെജോറിറ്റി ഡോണ്ട് വാണ്ട് ടു ലേൺ. ഇവിടെ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അവിടെ അത് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വ്യത്യാസവും ഒരു ഡിഫറൻസ് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇനി സാർ പഠിപ്പിക്കാൻ പോയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി, സാർ പറഞ്ഞു താല്പര്യം കുറവാണെന്ന്, എങ്കിലും ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഈ ഇൻട്രസ്റ്റ് കൂടുന്നതായിട്ട് സാറിന് വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? അതായത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പൊ ആദ്യത്തെ 1-2 സെഷൻസ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തൊന്നും വരില്ല, അല്ലെങ്കിൽ ആ കോഴ്സ് എടുത്തൊന്നും വരില്ല. ജസ്റ്റ് ഒരു ഫ്രീ സെമിനാർ ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം കോഴ്സ് എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതല്ലാണ്ട് അവര് കുറച്ചും കൂടെ ഒക്കെ ഒരു താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ടോ? നോട്ട് നെസസറിലി. സി ഇതിൽ എന്താ നമുക്ക് ഷെയർ മാർക്കറ്റിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി നമുക്കിപ്പോൾ ഒരു ഡോക്ടർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് പ്രാക്ടീസോ ഇഫ് യു വാണ്ട് ടു ബിക്കം ദാറ്റ്, നമുക്ക് അതിനൊരു ഫോർമൽ കോഴ്സ് ഉണ്ട്. അതിനുശേഷം ഒരു ക്വാളിഫയിങ് പരീക്ഷ ഉണ്ട്.
അതിനുശേഷം അതിൻ്റെ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. അതിനുശേഷം നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ലോയർ, ഡോക്ടറായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. യുവർ വർക്കിംഗ് കരിയർ. ഷെയർ മാർക്കറ്റിൽ അങ്ങനെ ഒന്നുമില്ല, ഒരു എൻട്രി ബാരിയറും ഇല്ല. സോ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി, അൺലെസ് നമുക്ക് അത്രയും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അത്രയും നമുക്കൊരു ക്യൂറിയോസിറ്റി, തേഴ്സ്റ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വേണ്ടി 10 പൈസ ചിലവാക്കാൻ താല്പര്യപ്പെടുത്തില്ല. രണ്ടാമത്തെ അതിനുവേണ്ടി സമയം ചിലവാക്കാനും നമ്മൾ പ്രിപ്പയർഡ് അല്ല. സോ ഈ 2 കാര്യങ്ങളും നമ്മൾ ചിലവാക്കാൻ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിൽ സക്സീഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 വർഷത്തെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് യൂട്യൂബും പല സോഷ്യൽ മീഡിയ ചാനൽസിൽ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഒത്തിരി മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദ ഫ്രീ മെറ്റീരിയൽ നമുക്കൊരു ബേസിക് അവയർനെസ് മാത്രമേ തരാൻ സാധിക്കത്തുള്ളൂ. എനി പ്രൊഫഷൻ, നമുക്ക് ഡോക്ടർ ആകണമെങ്കിൽ നമുക്ക് യൂട്യൂബ് വീഡിയോ കണ്ട് ഡോക്ടർ ആകാൻ സാധിക്കത്തില്ല. യു ക്യാൻ ഗെറ്റ് സം നോളജ്, ബട്ട് യു ക്യാൻ നെവർ ബിക്കം എക്സ്പേർട്ട്, യു ക്യാൻ നെവർ സക്സീഡ് വിത്ത് ദാറ്റ്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. സോ കഴിഞ്ഞൊരു 10-20 കൊല്ലത്തിനിടെ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 50,000 50,000 പേരുടെ ജീവിതം ഞാൻ തൊട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ JP മോർഗൻ, അതേപോലെ തന്നെ BNP പരിബാസ് പോലുള്ള ഗ്ലോബൽ കമ്പനീസുമായിട്ടും സാറ് ടൈപ്പ് അല്ലെങ്കിൽ ഡീൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയായിരിക്കും? വെരി വെരി ഡിഫറെൻറ്റ്. കാര്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2-3 ഡിഫറെൻറ്റ് തിങ്സ്. നമ്പർ 1, അവരെ റിക്രൂട്ട് ചെയ്തിട്ട് ഈ ഫണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്, ഫണ്ട്സ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നവരൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കും. അവർക്ക് കണ്ടിന്യൂസ് ട്രെയിനിങ് കമ്പനിയിൽ നിന്നും ലഭിക്കും. അവർക്ക് ആക്സസ് ടു ദ ലേറ്റസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ടൂൾസ് അവർക്കുണ്ട്. അവർക്ക് ആക്സസ് ടു ഇൻഫർമേഷൻ, നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത ഇൻഫർമേഷൻ ആക്സസ് അവരുടെ കൈവശമുണ്ട്. മൂന്നാമത്തെ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് അവിടെ യു ഹാവ് ഗോട്ട് എ ടീം. നമ്മളൊരു ഒറ്റയ്ക്ക് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡിങ്ങോ ഇൻവെസ്റ്റിങ്ങോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, നമുക്ക് വേറൊരു ടീം സപ്പോർട്ട് ഇല്ല. ബട്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ യു ഹാവ് ഗോട്ട് എ ഫെയർലി ബിഗ് ടീം. വലിയൊരു കമ്പനി ആണെങ്കിൽ വലിയൊരു ടീമുണ്ട്. സോ നമ്മൾ ആ ഒരു ടീമിൽ ജസ്റ്റ് ഒരു സ്മോൾ ബട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ബട്ട് ആ ഒരു ടീം വർക്ക് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സക്സീഡ് ചെയ്യുന്നത്. ആൻഡ് നാച്ചുറലി അവർ ഹാൻഡിൽ ചെയ്യുന്ന പൈസ, ദ മണി ദേ ഹാൻഡിൽ ഇസ് മച്ച് ബിഗർ. സോ റീറ്റെയിൽ ഇൻവെസ്റ്റിംഗ് ഓർ ട്രേഡിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഒരു കമ്പാരിസൺ ഇല്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, എൻ്റെ ഒരു വിശ്വാസം ഇസ് ദാറ്റ് റീറ്റെയിൽ ട്രേഡർ ഓർ ഇൻവെസ്റ്റർ നമുക്ക് അത് കറക്റ്റായിട്ട് മെൻറ്റർഷിപ്പ് വഴി ആരെങ്കിലും നമുക്കൊരു മെൻറ്റർഷിപ്പ് നൽകി നമ്മൾ പഠിക്കാനും ആ ഒരു എഫേർട്ട് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് യു ക്യാൻ ബീറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാൻഡ് ഡൗൺ. ഇത് ബീറ്റ് ചെയ്യണമെന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ഗെയിം വെയർ നമ്മൾ ആരായിട്ടും മത്സരിക്കുന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് തന്നെ മത്സരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. യെസ്. അപ്പോൾ ഞാനൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനീസിൽ നമുക്ക് പാർട്ടാവണമെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആവണമെന്ന് സാർ പറഞ്ഞല്ലോ. എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ഏറ്റവും ബേസിക്സ് ആയിട്ട് അവർക്ക് വേണ്ടത്? ഡെഫിനറ്റ്ലി അവർ താല്പര്യപ്പെടുന്ന ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു MBA. ദാറ്റ് ഈസ് വെരി വെരി ഈസി ടു ഗെറ്റ് ത്രൂ ദ. യൂഷ്വലി അവർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ CFA ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി പ്രിഫർ ചെയ്യും. യെസ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ സാറ് പറഞ്ഞത് ഹർഷദ് മേത്ത സ്കാമിൻ്റെ സമയത്താണ് സാറിൻ്റെ എൻട്രി എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്കാമുകളും ക്രൈസിസുകളും വലിയൊരു റോളർ കോസ്റ്റർ ആയിരുന്നു നമ്മുടെ മാർക്കറ്റ് ത്രൂ ഔട്ട് ഇയേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാം സാറ് ഓൾറെഡി വിറ്റ്നസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ജേണി അല്ലെങ്കിൽ ഈ പറയുന്ന ബെയർ മാർക്കറ്റ് വരുന്ന സമയത്ത് പൊതുവെ ആദ്യമായിട്ട് എൻട്രി ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പാനിക്കാവും. ഇനി എപ്പോൾ ഇത് തിരിച്ചു കയറും, അല്ലെങ്കിൽ എപ്പോൾ ഇത് നമ്മൾ പൈസ കൊണ്ടുവന്നിട്ടതും എല്ലാം പൈസയും പോയല്ലോ, അങ്ങനെയൊക്കെ പാനിക് ആവാറുണ്ട്. അപ്പോൾ സാർ ഇത്രയും കയറ്റിറക്കങ്ങൾ കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഒരു ബെയർ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആസ് എ റീറ്റെയിൽ ഇൻവെസ്റ്റർ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നതെന്നാണ് സാറിന് പൊതുവെ തോന്നിയിട്ടുള്ളത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്? ഫസ്റ്റ് ഇതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ മാർക്കറ്റിലോട്ട് വരുന്നു? ആ ഒരു ചോദ്യത്തിന് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് ഹാവ് എൻ ആൻസർ. പലരോടും ചോദിക്കുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് വേണമെന്ന് പറയും.
സോ പ്രോഫിറ്റ് വേണമെങ്കിൽ ഹൗ ക്വിക്ക്ലി ഡു യു വോണ്ട് ദ പ്രോഫിറ്റ്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി അല്ല നമ്മൾ മാർക്കറ്റിലോട്ട് വരേണ്ടത്. നമ്മൾ മാർക്കറ്റിലോട്ട് വരേണ്ടത് ഇസ് ഫോർ ബിൽഡിംഗ് വെൽത്ത്. ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളൊരു കറക്ഷൻ നടത്തി കഴിഞ്ഞാൽ യു വിൽ റെസ്റ്റ് വെരി വെരി ഈസി. സെക്കൻഡ് തിങ് ഈസ് ടൈം ഫ്രെയിം. സി ഹൗ മച്ച് ടൈം ആർ യു ഗിവിങ് ഫോർ ദ മാർക്കറ്റ്? സോ മോസ്റ്റ് ഓഫ് ദ റീറ്റെയിൽ ട്രേഡേഴ്സ് ഒക്കെ ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും ലാഭം വേണം, നടക്കാൻ പോകുന്നില്ല. സി ഒരു ബുൾ മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാൻ സാധിക്കും. ബട്ട് ആ ഒരു ബെയർ മാർക്കറ്റ് വരുന്ന സമയത്ത് യു വിൽ നോട്ട് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് 2 കൊല്ലം ഉണ്ടാക്കിയ പൈസ 2 മാസവും 2 ആഴ്ചക്കിടയിൽ തന്നെ യു ലൂസ് എവറിത്തിങ്. അത് ഞാൻ കഴിഞ്ഞ 25-30 കൊല്ലമായിട്ട് കാണുന്നു, അതിൽ ഒരു ചേഞ്ചും ഇല്ല. ദാറ്റ് ഈസ് വൈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, സോ ഈ ഹർഷത് മേത്ത ടൈമിൽ പേപ്പർ ട്രേഡിംഗ് ആയിരുന്നു, ഇന്ന് ആൽഗോ എക്സെട്ര. ബട്ട് ഹ്യൂമൻ ബീങ്സിൽ ഒരു ചേഞ്ചും വന്നിട്ടുമില്ല, വരാൻ പോകുന്നുമില്ല. The third thing is how much money you are ready to invest. So നമ്മളിപ്പോൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര വിതയ്ക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മൾ കൊയ്യാൻ പോകുന്നത്. സോ സെയിം പ്രിൻസിപ്പിൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു കൃഷിക്കാരൻ ഇപ്പോൾ നെല്ല് വിതയ്ക്കുന്ന സമയത്ത് അടുത്ത ദിവസം തന്നെ കൊയ്ത്തിറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. ദ സെയിം വേ യു ഹാവ് ടു ഗിവ് ഇറ്റ് ടൈം. സോ ടൈം എടുത്ത് കർഷകൻ വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, അതുപോലെ നമ്മളതിനെ നേർച്ചർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ യു നീഡ് എ മെൻറ്റർ. ആ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയാലേ നമുക്കിത് കറക്റ്റായിട്ട് സക്സീഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇതെല്ലാം ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ബെയർ മാർക്കറ്റ് വരുന്ന സമയത്തൊന്നും നമ്മൾ പാനിക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലേറ്റസ്റ്റ് കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് പോലും നിരവധി സ്റ്റോക്സ് ആർ ട്രേഡിംഗ് അറ്റ് ഓൾ ടൈം ഹൈ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഈ ബെയർ മാർക്കറ്റ് അതിനെ ബാധിച്ചിട്ടില്ല. സോ ചില സ്റ്റോക്സ്, ചില സെക്ടേഴ്സ് ആർ നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ്. അത് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം? ഇഫ് ദ കറക്റ്റ് പേഴ്സൺ ടീച്ചേഴ്സ് ഓർ ഷോസ് ദാറ്റ് ടു യു, യു വിൽ നോ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. അതോടൊപ്പം തന്നെ സാർ ഇപ്പോൾ കുറച്ച് ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതായത് ഈ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയുമോ? സോ ആദ്യം ഞാൻ ചെയ്തത് വാസ് ബുക്ക് ഫോർ ദ കോളേജസ് കോൾഡ് ഫണ്ടമെന്റൽസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അത് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഞാനും എൻ്റെ ചില കൊളീഗ്സും കൂടെ ഞങ്ങളിങ്ങനെ, ബിക്കോസ് വി കം ഫ്രം ദി ഇൻഡസ്ട്രി. സോ ഇൻഡസ്ട്രിയിൽ അന്ന് സർട്ടിഫൈഡ് ക്വാളിഫൈഡ് ആൾക്കാരെ കിട്ടുന്നില്ലായിരുന്നു. ബിക്കോസ് ആ സമയത്തായിരുന്നു സെബി നിയമം കൊണ്ടുവന്ന എവ്രിബഡി ഹാസ് ടു പാസ് ദ NISM എക്സാം. സോ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും NISM എക്സാം ക്വാളിഫൈ ചെയ്ത ആൾക്കാരെ കിട്ടാനില്ല, പുതിയ പിള്ളേർ. അപ്പോൾ നമ്മൾ ഒരു ഇത് ചെയ്തു, ലെറ്റസ് അപ്രോച്ച് ദ കോളേജസ്. ആൻഡ് കോളേജസിൻ്റെ അടുക്ക് അപ്രോച്ച് ചെയ്തിട്ട് കോളേജിൽ ചെന്ന് പറയാം, നിങ്ങൾ BCom ഓർ BA ഓർ MCom ഓർ MBA പഠിക്കുന്നതിനൊപ്പം ഞങ്ങൾക്കൊരു അല്പം സമയം തരാമെങ്കിൽ വി വിൽ ടീച്ച് യുവർ സ്റ്റുഡൻസ് ഹൗ ടു ക്ലിയർ ദ NISM എക്സാം. ബട്ട് നമ്മൾ കോളേജിലോട്ട് ചെന്നപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ യൂണിവേഴ്സിറ്റി സിലബസും ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യം അത് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. ആൻഡ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഒട്ടും അവയർനെസ് ഇല്ല. അപ്പോൾ അതിനുവേണ്ടി അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ ഒരു ബേസിക് ഒരു ബുക്കായിരുന്നു അന്ന് ആദ്യമായിട്ട് എഴുതിയത്. രണ്ടാമത്തെ ഒരെണ്ണം എഴുതിയത് ഇത് ഏകദേശം ഒരു 10-15 വർഷം മുൻപായിരുന്നു. സോ ഇന്ത്യയിലെ വോളറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് വിക്സിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. സോ NSE ആ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഇറക്കിയ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്താണെന്നോ അത് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നോ ആർക്കും അറിയാൻ പാടില്ല. സോ ദെൻ NSE got in touch with me and asked me ഇതിനെക്കുറിച്ചൊരു ചെറിയ ബുക്ക് എഴുതാമെന്ന് ചോദിച്ചു. സോ മൈ സെക്കൻഡ് ബുക്ക് വാസ് ഡീമിസ്റ്റിഫൈങ് ദ വോളറ്റിലിറ്റി ഇൻഡെക്സ്. And the third one was in the Australian guru and encouragement, I wrote a book called Tactical Trading. യെസ്, അപ്പോൾ ഈ 3 ബുക്സാണ് സാർ എഴുതിയിരിക്കുന്നതല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സും, സാർ ടെക്നിക്കൽ അനാലിസിസിലും ഭയങ്കര എക്സ്പേർട്ടാണ്. അപ്പോൾ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എങ്ങനെയാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു നോളജ് സാറിനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡേഴ്സിനോടും ഇൻവെസ്റ്റേഴ്സിനോടും ലാസ്റ്റായിട്ട് സാറിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, യു ഹാവ് ടു ഹാവ് എ ഗോൾ ഫോർ യുവർ സെൽഫ്, യു ഹാവ് ടു കമ്മിറ്റ് യുവർ സെൽഫ്.
ഇത് നമ്മളിപ്പോൾ ഗിറ്റാർ വായിക്കാനോ അല്ലെങ്കിൽ ഡാൻസ് ആണെങ്കിലോ പാട്ടാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു മ്യൂസിക് ക്ലാസ്സിലോട്ടോ ഡാൻസ് ക്ലാസ്സിലോട്ടോ ചെന്ന് ഒത്തിരി മാസങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു പാഷൻ, ആ ഒരു കോളിംഗ് ആദ്യം തന്നെ നമുക്ക് കൊണ്ടുവരണം. ആൻഡ് ദെൻ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു നല്ല ഗുരുവിനെ കണ്ടുപിടിക്കുക. ആ ഗുരുവിനോടൊപ്പം നിങ്ങൾ യു കണ്ടിന്യൂ യുവർ എഡ്യൂക്കേഷണൽ ജേർണി. ഒരു നല്ല ഗുരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈ കോർത്ത് നിങ്ങളെ സക്സീഡ് ചെയ്യാൻ വേണ്ടി അവർ കാണിച്ചു തരും. ദാറ്റ് ഈസ് ഐ തിങ്ക് ദ ബെസ്റ്റ് തിങ് ടു ഡു. യെസ്, താങ്ക് യു സോ മച്ച് സാർ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. അപ്പോൾ ഏതായാലും നമുക്ക് പ്രദീപ് സാർ എൻ്റെ ഒരു പേഴ്സണൽ ഒരു മെൻറ്റർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിൻമാർക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏതായാലും മീറ്റി ടോക്സിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.